ആകാശത്തിലാണ് നക്ഷത്രങ്ങളെല്ലാം തന്നെ ഫ്ലാഷ് ബാക്ക് ആവും. കുറച്ച് കാലം മുമ്പ് എങ്ങനെയിരുന്നു അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ഫ്ലാഷ് ബാക്ക് ആവും. ഒരു നക്ഷത്രം 600 പ്രകാശവും അപ്പുറത്തെ നക്ഷത്രം 1000 പ്രകാശവും വരെ. അപ്പൊ ഇത് 600 വർഷം മുമ്പ്, ഇത് 1000 വർഷം മുമ്പ്, അപ്പോൾ ഇത് ആകാശത്ത് മാത്രമേ വരും. അത് ഇത്രയും പഴയ ഒരു സാധനവും ഒന്നും കാണത്തില്ല. 2200 പ്രകാശ വർഷത്തോളം ദൂരെയാണ് ചെന്നൈയിൽ വന്നിട്ട് നഷ്ടം. അപ്പോൾ തുറപ്പ് നഷ്ടം. അതിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണി വീഴുന്ന പ്രകാശം 2200 വർഷം മുമ്പ് ഒന്ന് നോക്കണം. അന്ന് ഇവിടെ സാധാരണയെ സംസ്കാരം കണ്ടിട്ട് അന്ന് അലക്സാണ്ടർ ഗ്രേറ്റും ഒന്നുമില്ല. അത് ഇത്രയും പഴയ പ്രകാശമാണ്. അത് ശരിയാണ്. അപ്പൊ ഇനി ഇപ്പൊ ആവശ്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം കാത്തിരുന്നില്ല. കുറച്ച് കാലം സമയം എടുക്കും. ഗാലക്സികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ആൻഡ്രോമേഡ ഗാലക്സി നമ്മുടെ ഗാലക്സി തമ്മിൽ കൂടിച്ച് എന്നാണ് സാക്ഷിയോട്. ആദ്യത്തെ ഗാലക്സികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആൻഡ്രോമേഡ ഗാലക്സി നമ്മുടെ ഗാലക്സിയെ കൂടിച്ചത്? ഗാലക്സികൾ തമ്മിൽ അകന്നു എന്ന് പറയുമ്പോൾ പോലും അതൊരു ലാർജ് സ്കെയിൽ പറയുന്ന നിരീക്ഷണമാണ്. ചെറിയ ചെറിയ സ്കെയിലുകളിൽ ഗാലക്സികൾ തമ്മിൽ അഴുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതിന്റെ കൂടുതൽ സ്ഥലങ്ങൾ. നമ്മുടെ ഗാലക്സിയും ആൻഡ്രോമേഡ ഗാലക്സിയും വളരെ അടുത്താണ്. അടുത്തുന്നത് 25 ലക്ഷം പ്രകാശ വർഷം. ഇതൊക്കെ പ്രപഞ്ച സ്കെയിലൊക്കെ ചെറുതാണ്. അയൽപക്കത്തെ ഗാലക്സികളാണ് ആൻഡ്രോമേഡ, ലാർജ് മാഗ്നറ്റിക് ക്ലൗഡ്, സ്മോൾ മാഗ്നറ്റിക് ക്ലൗഡ് എന്നൊക്കെ കാണുന്നത്. ഇതൊക്കെ അടുത്തടുത്ത ഗാലക്സികളാണ്. ബാക്കിയൊക്കെ നമ്മൾ വിചാരിക്കുന്ന സ്കെയിലല്ല. അതായത് 50 കോടി പ്രകാശ വർഷങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും ഒരു ഗാലക്റ്റിക് ക്ലസ്റ്റർ. 50 കോടി പ്രകാശ വർഷം പറഞ്ഞാൽ കുറേ വർഷം അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ അതിൽ ഒരറ്റത്തുനിന്ന് പ്രകാശം പുറപ്പെട്ട് അതിന്റെ നടുക്കൂടെ മറുവശത്ത് എത്തുമ്പോൾ 1 ലക്ഷം വർഷം കിട്ടും. മനുഷ്യന്റെ കൃഷി ചെയ്യാൻ പഠിച്ചിട്ട് 10,000 വർഷമായിരുന്നു. അപ്പോൾ 1 ലക്ഷം വർഷം തന്നെ നമ്മൾ ആ പ്രകാശം പുറപ്പെടുമ്പോൾ എത്ര വർഷം സമയം എടുത്തിട്ടുണ്ടാകുന്ന മാത്രം ആലോചിച്ചാൽ മതി. അത്രയും വലിയ സ്കെയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ഗാലക്സികൾ പരസ്പരം വിശ്വാസത്തോടെ അതൊന്നും അടുത്ത് വരുന്ന തടസ്സങ്ങളൊന്നുമില്ല. ടാക്കിയോണുകൾ എന്താണെന്ന് പോലും പൊതുവെ PhD പരീക്ഷകളിൽ കേൾക്കുന്ന സാധനമാണ്. ടാക്കിയോണുകളെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മലയാളിയായ VC സുദർശനാണ്. VC സുദർശനൻ ടാക്കിയോൺസ് എന്ന് പറഞ്ഞ കണികകളെ പ്രപ്പോസ് ചെയ്യുകയാണ്. അദ്ദേഹം ആ കണികളെ കണ്ടെത്തിയിട്ടില്ല, ആരും ആ കണികളെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയുള്ള കണികളൊന്നും എന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല. അതൊരു സൈദ്ധാന്തികമായ പ്രകാശികൾ നേരത്തെ സഞ്ചരിക്കുന്ന കണികകൾ ഉണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഫലമായിട്ട് VC സുദർശനൻ ഉൾപ്പെടെ കുറെ പേരുണ്ട്. മെയിൻ കുറെ ആളുകൾ അതിന് മുമ്പേ സംസാരിച്ച വിഷയം കുറച്ചുകൂടെ സ്ട്രക്ചറിലേക്ക് അവർ സുദർശൻ ചെയ്തു. അതുകൊണ്ട് ആ കണികകൾ ഉണ്ട് എന്ന് കരുതാൻ പോകുന്ന ഒന്നും ഇന്ന് നമുക്കറിയില്ല. അതുവരും ഒരു ഭാവന സങ്കല്പം മാത്രമാണ്. നേരിട്ടുള്ള വായനാന്വേഷണത്തിലൂടെ ഗ്രഹനില തയ്യാറാക്കുന്ന ജ്യോതിഷികളുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്നറിയാം. എങ്കിലും ദിവസത്തിന്റെ വ്യതിയാനങ്ങൾ പഞ്ചാംഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നേരിട്ടുള്ള വായനാന്വേഷണത്തിലൂടെ ഗ്രഹനില തയ്യാറാക്കുന്ന ജ്യോതിഷികൾ ഇന്ന് ആരുമില്ല. പണ്ടും അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത് ഇനിഷ്യലി നിങ്ങൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും അവ കാണാൻ എടുക്കുന്ന സമയത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്രഹനില എഴുതാൻ ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യം നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്ഷണിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്ലോക്കിൽ നോക്കി എത്ര മണിയായി പോകും. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ക്ലോക്കിൽ മണിക്കൂറിൽ എവിടെ ആയിരിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് ആ സമയത്ത് ക്ലോക്കിൽ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ക്ലോക്കിന് ആ വേഗതയുടെ പാറ്റേൺ അറിയും. അതുപോലെ കണക്കിലാണ് ജ്യോതിഷി ഗ്രഹങ്ങളുടെ സ്ഥാനം ചെയ്യുന്നത്. അത് ശരിക്കും പകല് മുന്നിൽ ജനിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് ഒന്നും കാണാനുണ്ടാവും, സൂര്യനെ മാത്രം ഉണ്ടാവും. അപ്പോഴും ഗ്രഹങ്ങളെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കാൽക്കുലേഷൻ അറിയാൻ കഴിയും. അതുകൊണ്ട് ഗോളഗണന അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ശരിക്കും നേരിട്ട് തയ്യാറാക്കാനുള്ള കഴിവൊക്കെ കാണാൻ. അപ്പോൾ അത് കുറച്ച് ആളുകളേ ഉള്ളൂ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പണ്ടുള്ള ആളുകൾക്കെല്ലാം പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട്. പണ്ടുള്ള ആളുകളെല്ലാം ഭയങ്കര സംഭവമായിരുന്നു. അവർക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമൊക്കെ എങ്ങനെ അറിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല. നമ്മൾക്ക് ഒരു ഹിസ്റ്ററി മ്യൂസിയത്തിൽ ചെല്ലും. 5000 വർഷം മുമ്പത്തെ പഴക്കത്തിൽ ഓർത്ത് നടി കണ്ടിരിക്കും. അപ്പൊ നിങ്ങളതിനെ ആലോചിക്കും, 5000 വർഷം മുമ്പ് ഈ സാധനം എങ്ങനെ കൊണ്ടൊക്കെ അതിന്റെ ഫിനിഷിങ് നോക്കി അതിന്റെ ഭാവം നോക്കിയാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ സാധനങ്ങളെല്ലാം കൂടെ ഒരു 1000 വർഷം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ വെച്ചു. അപ്പൊ ഇത് ചന്ദ്രയാൻ കേരളത്തിൽ ഒരു മോഡൽ ഉണ്ടാവും, നിങ്ങളിരിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു മോഡൽ ഉണ്ടാവും. അപ്പൊ അന്നത്തെ ആളുകൾ പറയും ഈ 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കാര്യം ഞാനും നോക്കിയാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സംഭവം ഈ സ്മാർട്ട് ഫോണിന്റെ ഒരു ഡിസൈൻ നോക്കി നമ്മൾ എപ്പോഴും മാറ്റാൻ. അതുകൊണ്ട് ഈ കാലഘട്ടം ജീവിച്ചിരിക്കുന്ന കുറെ ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ 5000 വർഷം മുമ്പ് ജീവിച്ചിട്ട് കുറെ ആളുകൾക്ക് അറിയാമായിരുന്നു. അതൊക്കെയാണ് അവിടെ ശരിക്കും അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അന്ന് ജീവിച്ചിരുന്ന സകല മനുഷ്യരും ഓരോ കാര്യം ഉണ്ടാക്കിയത് സകല മനുഷ്യരും ഗംഭീര ജ്യോതിശാസ്ത്രം നോക്കിയൊന്നുമല്ല. അവിടെ കുറച്ച് ആളുകൾ ചെയ്തിട്ടുണ്ട്. അവരാണ് സകല ചെയ്യും. അപ്പൊ അതുകൊണ്ട്
എന്റെ അറിവിൽ വാഴനശിയുടെ ഗ്രഹണ തയ്യാറാക്കുന്ന ആരും ഇല്ല എന്ന് മാത്രമല്ല, നേരിട്ട് പരിചയപ്പെട്ടുള്ള പല ആളുകൾക്കും നക്ഷത്രങ്ങളെ കണ്ടാൽ പോലും അറിയില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി. പണ്ട് ഒരു ചാനൽ ചർച്ച ചെയ്യുന്നപ്പോൾ പ്രഗത്ഭനായ ചാനലിൽ ജ്യോതിഷം പറയുന്ന ഒരാളാണ്. അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞു പുള്ളിയെ പറഞ്ഞു ഈ തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലം പറയും. തിരുവാതിര ചുറ്റു പഠിച്ച നക്ഷത്രമാണ്, തോന്നുന്നതാണ്. അത് ഭയങ്കര കോപം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു സഹോദര, നീയ നക്ഷത്രത്തെ അപേക്ഷിച്ച് 1000 ഡിഗ്രി താഴെയാണ് തോന്നുന്ന നക്ഷത്രം. കാരണം നീയ നക്ഷത്രത്തിന്റെ ആളുകൾ ഒരു ചുവന്ന നക്ഷത്രം ന്യൂക്ലിയർ ഫ്യൂഷൻ അവസാനിച്ച് താരതമ്യേന തണുത്ത നക്ഷത്രങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പറയരുത്. പുള്ളി ചോദിച്ചു, അതിന് തിരുവാതിര നക്ഷത്രം ചോദിച്ചാൽ നമ്മൾ തിരുവാതിര നക്ഷത്രം ഏത് ഇതിലാണ് കോൺസെൻട്രേഷൻ ഏത് സമയത്ത് കാണുന്നത് അത് കാണാൻ പറ്റൂ. അവിടെ അവസാനിച്ചു. തിരുവാതിര നക്ഷത്രം ഞാൻ നിങ്ങൾ ഉൾപ്പെടെ സാമാന്യ കാഴ്ചയ്ക്കുള്ള എല്ലാവർക്കും ആവശ്യത്തെ കാണാൻ പറ്റുന്ന നക്ഷത്രമാണ്. ഒറ്റ കുഴപ്പമില്ല, തിരിച്ചറിയാൻ അറിയാം. നമ്മൾ അതേപോലെ കാണുന്ന തിരുവാതിരയും ഈ പറയുന്ന കൂടുതലും പുസ്തകമൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ ഈ PhD ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ രാവിലെ സെക്കൻഡ് ഷോ വന്നിട്ട് ഇവിടുന്ന് കാക്കനോട് എന്റെ ഹോസ്റ്റലിലേക്ക് നടന്നു പോകും. അതിനകത്ത് സെക്കൻഡ് ഷോ 19 മണിയാവും. നടന്ന് കാരവന ഭാഗത്തേക്ക് എത്തുമ്പോൾ 1 മണി 1:30 മണി വരും. അപ്പോൾ സ്വാഭാവിക ബസ്സിനകത്തേക്ക് കടന്നു പോകുന്ന പെട്രോളിംഗ് വരുന്ന പോലീസുകാരാണ്. ഇവിടെ പോകുന്നില്ല, കാര്യം പന്തികളൊന്നുമില്ല, കാഴ്ചയ്ക്ക് പന്തികളൊന്നുമില്ല, കലയ്ക്കുമ്പോൾ ഉറപ്പോടെ പോകുന്നുണ്ട്. 1 മണി സമയത്ത് നടന്നു പോകാൻ അപ്പൊ ഞാനിത് വിലക്കണ്ട മോഡൽ എന്നപ്പോൾ ഞാൻ മാറ്റരുത്. ഞാൻ കലമന പാലത്തിനുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ മോളിലേക്ക് നോക്കി ചാർജ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അവൻ അത് ഞങ്ങൾ പറഞ്ഞു പിന്നീട് ബഹിരാകാശത്തേക്ക് ഒരു സന്ദേശമായിരിക്കുന്നത് അത് പരിപാടിയാണോ സത്യം സ്വാഭാവികം. അപ്പൊ ഞാൻ സാറെ തിരുവാതിര അതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് നിൽക്കുകയാണ് ജോലി. അതുപോലെ എന്റെ മോൾ ജോലിയാണ് എവിടെ. അപ്പൊ ഞങ്ങൾ അവരുടെ ഫ്രണ്ട്ഷിപ്പില് കുറച്ച് നേരം അവിടെ ആ ജോലിശാസ്ത്ര നിരീക്ഷണം കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ അറിയില്ലാത്തത് ബേസിക്കലി നമുക്കിതിന് എല്ലാവരും കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ആ ഒരു നിലവിൽ നിൽക്കുന്ന സമയത്ത് നേരിട്ട് നോക്കി ഗ്രഹങ്ങളെ കുറിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഇതിപ്പോ അങ്ങനെ നിങ്ങൾ ഈ കലണ്ടർ നോക്കുള്ളപ്പോൾ നിങ്ങളുടെ വയസ്സറിയാൻ ഗ്രഹങ്ങൾ നോക്കേണ്ട കാര്യമില്ലാന്ന് വന്നതുപോലെ ഇന്ന് സമയം വന്നത് ആ സെക്കൻഡിൽ ഒരു കമ്പ്യൂട്ടറിന് സുഖമായിട്ട് ഗ്രഹങ്ങളെ നിർവഹിക്കാൻ പറ്റും. പിന്നെ അതിനാണ് നോക്കുന്നത് പോലെ ഉണ്ടല്ലോ. ദിവസത്തിന്റെ വ്യതിയാനങ്ങൾ ദിവസത്തിന്റെ വ്യതിയാനങ്ങൾ പഞ്ചാംഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിന് ചെയ്യാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് തിരുനാളായ മാമാങ്കം പോലുള്ള കാര്യങ്ങളിൽ അതായത് ഓരോ ജ്യോതിഷികൾ അവിടെ കൂടിയിരുന്ന് ദിവസം ഉണ്ടാകുന്ന ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നീട് സംഭവിച്ചത് ഇതിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഈ മാറ്റം സംഭവിച്ചത്. ഉദാഹരണം കലണ്ടർ പരിഷ്കരണം എന്നെല്ലാം ഉണ്ടായിരുന്നത് ഇത്തരം കലണ്ടറും കാലാവസ്ഥയും ഋതുക്കളും തമ്മിൽ മാറിപ്പോകുന്നത്. ഇപ്പൊ ഈസ്റ്റർ നല്ല തണുപ്പ് കാലത്ത് വരണം എന്ന സന്ദർഭത്തിലാണ് ആദ്യത്തെ കലണ്ടർ ജൂലിയസ് സീസറിന്റെ കാലത്തെ കലണ്ടർ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഈസ്റ്റർ തണുപ്പ് കാലത്ത് വരാതെ ഈ വികസനം കാരണം സീസൺ മാറുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് പോപ്പ് ഗ്രിഗറി ആ ജൂലിയസ് സീസറിന്റെ കലണ്ടറിനെ പരിഷ്കരിച്ചു. ജൂലിയസ് സീസറാണ് ജൂലൈ എന്ന് പറയുന്ന മാസവും അച്ഛന്റെ പേരിൽ അഗസ്റ്റ് സീസറിന്റെ പേരിൽ ആഗസ്റ്റ് എന്ന് പറയുന്ന മാസവും വിളിച്ചു. അപ്പൊ അതിനുശേഷം ഈ കലണ്ടർ പരിഷ്കരണത്തിൽ പോപ്പ് ഗ്രിഗറി ചെയ്തതാണ് ആ ഈ ഹോസ്പിറ്റലായിട്ട് കിടക്കുന്ന ഒരു 15 ദിവസം ഉണ്ടാവാൻ. എന്നിട്ട് ഇപ്പൊ ഇന്ന് മാർച്ച് ഒന്നാണെങ്കിൽ 10 ദിവസം കളഞ്ഞിട്ട് നാളെ മാർച്ച് 11 ആ ഒരു ടൈപ്പ് പരിഷ്കരണം അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒക്ടോബർ വിപ്ലവം വേറൊരു മാസത്തിൽ നടന്നു കഴിക്കുന്നത്. അതായത് ഇത് എല്ലായിടത്തും ഒരുപോലെ ആക്ട് ചെയ്യപ്പെടുന്നത്. ഒരിടത്ത് കുറച്ച് മാസം പുറകിലായിരുന്നു. അപ്പൊ അതുപോലെ പരിഷ്കരണങ്ങൾ ലോകത്ത് എല്ലായിടത്തും പലകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. കാലാവസ്ഥയുമായിട്ട് കലണ്ടർ മാച്ച് ആവുന്ന ഉദ്ദേശിക്കുന്നു. നമ്മുടെ നാട്ടിൽ തിരുനാളായ മാമാങ്ക പ്രവർത്തനങ്ങൾ ജ്യോതിഷികൾ ഇത് ചെയ്തിരുന്നു. പിന്നെ നിന്നു പോകുന്നതിന് കാരണം കൃഷിക്ക് നമ്മൾ നേരിട്ട് നോക്കാതായിരുന്നതാണ്. അത് ഞാറ്റുവേലാന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്തുകൊണ്ട്. ഞാറ്റുവേല വെച്ചിട്ടാണ് നമ്മൾ പല ചൊല്ലുകളുണ്ടാകും. ഇപ്പൊ ഞാറ്റുവേല വേറൊന്നുമില്ല, ചന്ദ്രന്റെ ഒരു നാളിൽ സൂര്യൻ നിൽക്കുന്ന സമയമാണ് ഞാറ്റുവേല. ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിലാണ്. ആ അശ്വതി നക്ഷത്രം ആകാശത്ത് ഒരു ഭാഗമാണ്. അവിടെ സൂര്യൻ വരുമ്പോൾ അത് സൂര്യന്റെ വേള, ഞായറിന്റെ വേള, ഞാറ്റുവേല സൂര്യൻ. അപ്പൊ സൂര്യൻ അശ്വതി നക്ഷത്രത്തോടൊപ്പം ഉണ്ടാകുന്ന സമയത്ത് അശ്വതി ഞാറ്റുവേലയായിരിക്കും. അപ്പൊ നമ്മുടെ സൂര്യൻ ഞാറ്റുവേലയിലും മകം ഞാറ്റുവേലയിലുമാണ് നമ്മൾ ഇപ്പോൾ ഇഷ്ടം. ആ സമയത്ത് കേരളത്തിൽ ഭയങ്കര സമൃദ്ധമായിട്ട്